ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കുന്നതൊരു മടക്ക് ചപ്പാത്തിയാണ്. കണ്ടോ നിങ്ങൾ? മടക്ക് ചപ്പാത്തി കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നതാണ്. ഗോതമ്പ് മാവാണ് ഞാനെടുത്തത്. ഗോതമ്പ് മാവ് സാധാരണ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ എടുക്കുക. ഇങ്ങനെ 3 ലെയറാണ് കേട്ടോ. 3-4 ലെയറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ കുട്ടികൾക്ക് കടയിൽ നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ നല്ലത് ഇതിങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. ഗോതമ്പ് പൊടിയിൽ നല്ല സുന്ദരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പൊടി കുഴയ്ക്കണം ഞാൻ കാണിച്ചില്ല. സാധാരണ നമുക്ക് വേണ്ട പൊടി എടുക്കുക, ഉപ്പിട്ട് സാധാരണ വെള്ളം കൂട്ടി നല്ലോണം കുഴച്ചെടുക്കുക. പക്ഷെ നമ്മൾ ഈ പലകയിൽ പരത്താൻ വേണ്ടി നമ്മളെപ്പോഴും മൈദ എടുക്കണം കേട്ടോ. ഇത് മൈദയിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് വേണ്ട നന്നായിട്ട് ഇതാക്കി. പക്ഷെ ബട്ടർ വേണമെങ്കിൽ ബട്ടർ തേക്കാം, നെയ്യ് വേണ്ടവർക്ക് നെയ്യ് തേക്കാം, സൺഫ്ലവർ വേണമെങ്കിൽ സൺഫ്ലവർ ഒഴിക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒലിവ് ഓയിലും പുരട്ടാം കേട്ടോ. ഏത് വേണമെങ്കിലും ഇതിനകത്ത് പുരട്ടാം. ഞാനിവിടെ പുരട്ടുന്നത് സൺഫ്ലവറിലാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് നെയ്യ് കഴിക്കില്ല, അപ്പോൾ മോക്ക് മാത്രം സൺഫ്ലവർ പുരട്ടിയിട്ട് പിന്നെ അവൾക്ക് സൺഫ്ലവറിൽ തന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളതൊക്കെ നെയ്യിൽ പരത്തിയിട്ട് നെയ്യിൽ ചുടാമെന്ന് വിചാരിച്ചു. മോളെന്ന് പറഞ്ഞാൽ മൂത്ത മോൻ്റെ ഭാര്യ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പരത്തി ഇങ്ങനെ മടക്കി കണ്ട ഇങ്ങനെ ആ ഭാഗം ഇങ്ങനെ വെച്ചു. ഭാഗം വെച്ചിട്ട് നമ്മൾ മെല്ലെ, അധികം പ്രസ് ചെയ്യരുത്, മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കേട്ടോ ഇങ്ങനെ പരത്തണം. ഇങ്ങനെ എടുത്തെടുത്തിട്ട് കേട്ടോ ഇങ്ങനെ പരത്ത്. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത മാവും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമർന്ന് പോവുകയും ചെയ്യരുത്, ഇതാകരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മടക്ക് ചപ്പാത്തിക്ക്. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങളിൽ ഇങ്ങനെ രാത്രിയിലത്തെ ഭക്ഷണത്തിന് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കും. അല്ലെങ്കിൽ കണ്ണ് വെച്ച പത്തിരി പറഞ്ഞിട്ട് പത്തിരിയുണ്ട്. അത് പുതിയാപ്പിളമാർക്ക് കൊടുക്കുന്ന കണ്ണ് വെച്ച പത്തിരി. അതും ഇങ്ങനെ തന്നെയാണ് പരത്ത. പക്ഷെ അതിങ്ങനെ വേറൊരു ഇതാക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടും. അതൊരു ദിവസം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി അടുത്തത് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മച്ചി എൻ്റെ ഹസ്ബൻഡ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചപ്പാത്തി, മടക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടം. ചിലപ്പോൾ കണ്ണ് വെച്ച പത്തിരിയും ചുടാറുണ്ട് ഉമ്മച്ചി. ഇത് പരത്തുമ്പോൾ ഉമ്മച്ചീനെയാണ് ഓർമ്മ വരുന്നത്. അള്ളാഹുവിൻ്റെ ഉമ്മാക്ക് ജന്നത്തും മഗ്ഫിറത്തും നൽകി സ്വർഗത്തിലുന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. എന്നിട്ട് കണ്ട അത് നമ്മൾ നന്നായിട്ടിങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കട്ടെ. നിങ്ങൾക്ക് ഒലിവ് ഓയിലൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് കണ്ട ഈ ഭാഗം ഇങ്ങനെ വെക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത ഭാഗം കണ്ട ഇങ്ങനെ വെക്കുക ഇതിൻ്റെ മുകളിലേക്ക് കണ്ട. ഇനി അപ്പുറത്തു നിന്നൊരു മടക്കുക, അപ്പുറത്തു നിന്നൊരു മടക്കുക. എന്നിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. കണ്ട ഇങ്ങനെ പരത്തി കൊടുക്കണം. ഈ പലാപ്പൊടി എടുത്തത് ഞാൻ ആദ്യം പരത്താൻ വേണ്ടി, അത് ചപ്പാത്തി പോലെ പരത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മെല്ലെ പരത്തി കൊടുത്തിട്ട് നമുക്ക് ഒക്കെ പരത്തി കഴിഞ്ഞിട്ട് ഒക്കെ ചുട്ടെടുക്കണം നമ്മൾ കേട്ടോ. വളരെയധികം ശ്രദ്ധിക്കണം ഇത് പരത്തും. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇനി കണ്ണ് വെച്ച പത്തിരിയാണെങ്കിൽ അത് ഭൂരി പോലെ പൊരിച്ചെടുക്കുക ചെയ്യുക. ഇനി കണ്ണൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുണ്ട്. അപ്പോൾ പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ നോക്കാം കേട്ടോ. എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ചട്ടിനകത്തേക്ക് നെയ്യ് പുരട്ടണേ കണ്ടോളൂ ഞാൻ ഇങ്ങനെ ചുടുന്നത്. എനിക്ക് എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഭയങ്കര പോസസീവ്നെസ്സാണ്. എനിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഫുഡ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അതൊരു ചമ്മന്തി ആണെങ്കിലും, ഒരു കഞ്ഞിയാണെങ്കിലും, ഒരു പപ്പടം താളിച്ചതാണെങ്കിലും, മുരിങ്ങയാണെങ്കിൽ അത് നന്നാക്കി ഉണ്ടാക്കിയിട്ട് അത് വൃത്തിക്ക് കൊടുക്കണം മക്കൾക്ക്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ മക്കളും മരുമക്കളും ഇരുന്നത് മേശപ്പുറത്തിരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ അതെനിക്കൊരു സമാധാനമാണ്. ഉണ്ടാക്കി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചെടുത്ത് അവർ ഇപ്പോഴും വലിയ കുട്ടികളാണെങ്കിലും അവർ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ അവരുടെ ഭാര്യമാരെയും അവരെയും നോക്കുന്നത് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി അത് മാത്രമേ ഉള്ളൂ. എനിക്ക് പണ്ട് ഹസ്ബൻഡ് ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും ഞാൻ ഇതുപോലെ ടേബിൾ മേലേക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. മക്കൾ ഞാൻ ഹോസ്പിറ്റലൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മക്കൾക്ക് ഈ ഒരു ചമ്മന്തി ആണെങ്കിലും ഒപ്പര ഭയങ്കര ഇതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ മക്കളുടെ. അത് നല്ല
വൃത്തിക്ക് നല്ല ടേസ്റ്റിൽ അത് ഉണ്ടാക്കി കൊടുക്കും. ഒരു കഞ്ഞിവെള്ളം താളിച്ചതായാലും അതെന്തായാലും. അപ്പോൾ എൻ്റെ മക്കൾക്ക് എപ്പോഴും എനിക്ക് കിട്ടുന്നതിൻ്റെ റബ്ബിൻ്റെ മക്കൾക്ക് അതുണ്ടാക്കി കൊടുക്കണം, എൻ്റെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവരുടെ വയറ്റിലേക്ക് വെജിറ്റബിൾ ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടമാക്കിയിട്ട് വെക്കും, അങ്ങനെ പലതിലാക്കിയിട്ടും വെക്കും കേട്ടോ. എടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തി കണ്ടോ നല്ല പൊങ്ങി വരും കേട്ടോ. കണ്ടോ പൊങ്ങി വരുന്ന കണ്ടോ, കണ്ടോ ആ ചപ്പാത്തി ഇങ്ങനെ. അപ്പം നമ്മുടെ മക്കൾക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേറെ എവിടെയെങ്കിലും പോയാലും ഫുഡിന് ആഗ്രഹമേ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ നമ്മുടെ മക്കൾ വേറൊരു വീട്ടിൽ പോയിട്ട് അത് ടേസ്റ്റ് ഉണ്ട്, അവിടുത്തെ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ വന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്തില്ലായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നും. കണ്ടോ ഇതിങ്ങനെ പൊള്ളി വരുന്നത് കണ്ടോ, നന്നായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കണ്ടോ. മുരിഞ്ഞ് വരും. നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നെയ്യ് മതി കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ലെയറായിട്ട് വരും. എന്നിട്ട് അതിങ്ങനെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണം. എൻ്റെ അമ്മ അതിലേക്ക് നല്ല സ്റ്റൂ വേണം. ഞാൻ വെജിറ്റബിളും പനീറൊക്കെ ഇട്ട സ്റ്റൂ ആണ് പെരുന്നാളിൻ്റെ അതുണ്ടാക്കിയത്. പെരുന്നാളിന് സ്റ്റൂ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും ഇങ്ങനെ മടക്ക് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പത്തിരി പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. പത്തിരി ഒറോട്ടി ഇതിൻ്റെ ചുട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഒറോട്ടി. ഇത് കണ്ടോ ഇപ്പം നല്ലോണം പൊങ്ങി മറ്റേ സൈഡ് കണ്ടോ നല്ല മുരിഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ തന്നെയാണ് കണ്ണുവെച്ച പത്തിരി എന്ന് പറയുന്നത്. കണ്ണുവെച്ച പത്തിരിന് ഒന്നും കൂടി നമ്മൾ ലെയർ ഇങ്ങനെ ചിറ്റിച്ച് അത് തിരുകി കൊടുക്കണം. അപ്പോഴാണ് അത് കണ്ണുവെച്ച പത്തിരിയാവുക. അപ്പം അത് എണ്ണയിലിട്ട് പൊരിക്കുകയും ചെയ്യുക. ചിലപ്പോൾ വേണം ഇങ്ങനെ ഇട്ട് പൊരിക്കുകയും ചെയ്യുക കേട്ടോ. പക്ഷേ കണ്ണുവെച്ച പത്തിരിക്ക് ഞാൻ ഒരുപാട് എണ്ണ ആകുന്നതുകൊണ്ടാണ് മക്കൾക്ക് അധികം എണ്ണ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് ഇങ്ങനെ കേട്ടോ. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പമാണിത്. ഇതിപ്പോൾ രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, തലേന്ന് രാത്രി വേണമെന്നുണ്ടെങ്കിൽ പൊടി കുഴച്ച് വെച്ചിട്ട് രാത്രിയിൽ ഇങ്ങനെ ഇതേപോലെ ചപ്പാത്തിക്ക് മടക്കി വെച്ചിട്ട് പരത്തിയുടെ നല്ലോണം അമർത്തി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. രാവിലെ എണീറ്റിട്ടൊരു 10 മിനിറ്റ് മതി നമുക്ക് പൊരിച്ചെടുക്കാൻ. മാവ് കുഴച്ച് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പരത്തി ഇങ്ങനെ ലെയർ ഇട്ട് ഇങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ ഇതാക്കിയതിന് ശേഷം അതങ്ങനെ ആ പ്ലേറ്റോട് കൂടി നല്ലോണം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ അതിൻ്റെ മുകളിലൂടെ കിട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. രാവിലെ മക്കൾക്ക് ചുട്ടുകൊടുക്കുക. പക്ഷേ നമ്മുടെ മക്കൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ടിഫിൻ കൊണ്ടുപോകുന്നതൊരു സമാധാനമാണ്. നമ്മൾ വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്ക് ഭയങ്കര വെപ്രാളാണ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ എല്ലാ ഉമ്മമാർക്കും തുടങ്ങും തിങ്കളാഴ്ച മുതൽ വെപ്രാളാണ് അല്ലേ. പക്ഷെ നമ്മുടെ മക്കൾ എന്ത് കഴിച്ചു, നമ്മുടെ മക്കൾ എന്ത് കാട്ടുന്നു, അങ്ങനെ ഒരു വെപ്രാളാണ്. അപ്പോൾ അവർ രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയാൽ നമുക്ക് മനസ്സമാധാനമാണ്. എൻ്റെ മക്കൾ കഴിച്ചു പോയിട്ടുണ്ടല്ലോ. ഇനി ഉച്ചയ്ക്ക് അവർ സ്കിപ്പ് ചെയ്താലും ഇങ്ങനെ ഗോതമ്പിൻ്റെ ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ വയറ് ഫില്ലായി കിടക്കുമല്ലോ പഠിച്ചോനെ എന്ന് ആലോചിക്കും. അല്ലാതെ നമ്മളെ മക്കൾ രാവിലെ കഴിക്കാണ്ടെന്നും സ്കൂളിലേക്ക് ഒരിക്കലും വിടരുത്. വെച്ചാൽ ആസിഡിറ്റി, പിന്നെ വയറ്റിൽ പുണ്ണ്, അങ്ങനെ പല രോഗങ്ങളും വരും. ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ള അസുഖങ്ങളാണ്. ഓക്കെ, ബൈ, താങ്ക് യു.